രാവിലെ തോരൻ വെക്കാനായിട്ട് കോവയ്ക്ക നോക്കിയപ്പം കോവയ്ക്ക കുറച്ചേ ഉള്ളായിരുന്നു. അപ്പം കുറച്ച് ക്യാരറ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പം കോവയ്ക്കയും ക്യാരറ്റും കൂടി ചേർത്ത് ഇന്ന് നല്ലൊരു തോരനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇങ്ങനെയൊക്കെ മിക്സ് തോരൻ വെക്കുമ്പം നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം ഞാനിത് കുറേ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. കോവയ്ക്ക തീരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ക്യാരറ്റ് കൂടി ചേർത്ത് ഇന്ന് തോരൻ വെക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഞാൻ ഈ രീതിയിൽ കോവയ്ക്ക എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലും ചെറുതായിട്ടോ ഒക്കെ അരിഞ്ഞെടുക്കാം. അപ്പം തോരൻ വെക്കാനായതുകൊണ്ട് ഇത്രയും ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോവയ്ക്കയെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ച് ഇനി ക്യാരറ്റ് ഈ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ അതും ഒന്ന് ചോപ്പ് ചെയ്ത് സൈഡിൽ വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞ് ചേർക്കണം. അതോടൊപ്പം തന്നെ പച്ചമുളക്, സവാള, ഉള്ളി, പച്ചമുളക് എരിവിനനുസരിച്ച് 2, 3 ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള, ഉള്ളി തീരെ ചെറുതായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി ചേർക്കാമെന്ന് തോന്നുന്നു, പക്ഷേ ചെറിയ ഉള്ളി എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ തോരനൊക്കെ വെക്കുമ്പോൾ മിക്കപ്പോഴും സവാള ഉള്ളി തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ സവാള ഉള്ളി ചേർത്ത് കൊടുത്തതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയൊന്ന് തോരൻ വെച്ച് നോക്കാം, നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും. കുറവ് സാധനങ്ങളുള്ളപ്പോൾ നമുക്ക് മിക്സ് സബ്ജി ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും. അപ്പം ഇത് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് തേങ്ങ കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു, ഉപ്പ് ചേർത്തു. ഇനി അല്പം മഞ്ഞൾ കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം കൈ കൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തോരൻ വെക്കാം. അപ്പം നിങ്ങൾ ഇതുപോലെ തോരൻ വെച്ചിട്ടില്ലെങ്കിൽ തോരൻ വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക, ക്യാരറ്റ് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. എളുപ്പത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റോട് കൂടി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. തീർച്ചയായിട്ടും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂട് ചപ്പാത്തി ഈ തോരനൊക്കെ കൂടി കഴിക്കുമ്പം കുറേ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇത് ഞാൻ ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം ഓവർ കുക്കാകാതെ തന്നെ നമുക്ക് ഏത് തോരൻ വെച്ചാലും അധികം ഓവർ കുക്കാകാതെ തന്നെ എടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇനി ഇതുപോലെയുള്ള ചെറിയ വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ഓക്കേ.